ഗൈസ്, മലയാളത്തിൻ്റെ സ്വന്തം നടൻ, മലയാള സിനിമയുടെ അഹങ്കാരം, മലയാളത്തിൻ്റെ മോഹൻലാൽ നെഞ്ചു വിരിച്ച് ഓവർസീസ് കളക്ഷനിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 2 പടം ലാലേട്ടൻ്റെ മാറിയിരിക്കുകയാണ് ഗൈസ്. വളരെ സന്തോഷം തരുന്നൊരു ന്യൂസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ യുഗം കഴിഞ്ഞു, ലാലേട്ടൻ ഇനി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ, ഒരുപാട് വൃത്തികെട്ട പേജുകളിലൊക്കെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളും ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുള്ളതൊക്കെ നമുക്ക് കുറേ നമ്മൾ കേട്ടതാണ്. ഇനി കഴിഞ്ഞു, ആളുടെ കാലം കഴിഞ്ഞു, നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ആ ലാലേട്ടനാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏകദേശം പകുതിയായി മലയാള സിനിമയിലെ എതിരാളികളിൽ നമുക്കറിയാം. അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു, ലാലേട്ടൻ തന്നെയാണ്. പക്ഷേ ഓവർസീസിൽ നമ്മുടെ എമ്പുരാനാണ് റെക്കോർഡ് കളക്ഷനായിട്ട് ഒന്നാമത് വന്നിട്ടുള്ളത്. അത് ചരിത്രം തന്നെയാണ്, ഇന്ത്യൻ സിനിമയിലാണെന്ന് ആലോചിക്കണം. എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അജിത്തിനെയും സൽമാനെയും കമലഹാസനെയൊക്കെ മലർത്തിയടിച്ച് ലാലേട്ടൻ നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ, നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന്. അപ്പോൾ 1, 2 എമ്പുരാൻ തുടരും, മൂന്നാമത് വന്നിരിക്കും ചാവയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ 100 കോടിക്ക് മുകളിൽ ഒരുപാട് പടങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഇതുവരെ നമുക്ക് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ് ഇൻഡസ്ട്രിയിലായാലും തെലുങ്കിലായാലും മലയാളത്തിൽ നിന്ന് ഏകദേശം 200 കോടി പടങ്ങൾ വന്നു, 200+ പടങ്ങൾ വന്നു. അപ്പോൾ ഇൻഡസ്ട്രി ഇങ്ങനെ ഗ്രോയിങ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഗ്രോയിങ് ആണ്. അപ്പോൾ ഈ ഓവർ സീസൺ ഇത് വലിയ സംഭവമാണല്ലോ. ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു കൊച്ചു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിൽ നിന്ന് വലിയൊരു എമൗണ്ട് തുടരെയും കളക്ട് ചെയ്ത് ആ റെക്കോർഡാണ് ഇന്ന് മോളിവുഡിൽ റെക്കോർഡാണ്. അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ ഓവർസീസ് റേറ്റിങ്ങിലും റെക്കോർഡ് വന്നിരിക്കുകയാണ്. അത് $16.90 മില്യൺ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആണ് ലിസ്റ്റിൽ 1ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വലിയ ന്യൂസാണ്, ചെറിയ ന്യൂസൊന്നല്ല. കാരണം ഇന്ത്യൻ സിനിമയിൽ $16 മില്യൺ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ കളക്ട് ചെയ്തത് $16.90 മില്യൺ ഓവർസീസിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഗൈസ്. അതുപോലെ $11.1 മില്യൺ തുടരും ഓവർസീസ് മാർക്കറ്റിൽ നേടിയത്. അതൊരു വലിയ ന്യൂസാണ്. അത് അഹങ്കാരം തന്നെയാണ്. അത് ലാലേട്ടൻ എന്തൊക്കെ സംസാരിക്കുമ്പോൾ അഹങ്കാരത്തോട് അഭിമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പിന്നെ മൂന്നാമത് വന്നുള്ള പടം നമ്മൾ പറഞ്ഞു, $10.30 മില്യൺ ആയിട്ട് ചാവ 3ാം സ്ഥാനത്ത് വന്നുള്ളത്. അവർ ഓൾ ഇന്ത്യ ബേസിൽ ആഗോളതലത്തിൽ 807.88 കോടിയാണ് കളക്ട് ചെയ്തതെന്നുള്ള ന്യൂസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 10 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച സിനിമകൾ നമുക്കൊന്ന് കേൾക്കാം. ഹൗസ്ഫുൾ 5, ഗുഡ് ബാഡ് അഗ്ലി, സിത്താര സമീൻ പർ, സിക്കന്ദർ, തഗ് ലൈഫ്, വിടാമുയർച്ചി, സംക്രാന്തി വസ്തുൻ എന്നിയാണ് ഇതിലെ 10 മറ്റു സിനിമകൾ. നിലവിൽ അമീർ ഖാൻ ചിത്രം സമീൻ പർ ഗംഭീര പടം, ഞാൻ കണ്ടതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. പ്രദർശനം തുടരാണ്. എല്ലാ സ്ഥലം കൊണ്ടും നല്ല രീതിയിൽ പ്രദർശനം തുടരാണ്. ഇപ്പോൾ അത് ഗുഡ് ബാഡ് അഗ്ലീനൊക്കെ എന്തായാലും മറികടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ന്യൂസ് എന്തായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ലാലേട്ടൻ എന്നൊരു ഫാൻ ബോയ് ഒരുപാട് നമ്മളും കേട്ടിട്ടുണ്ട്, പ്രതികരിക്കാതെ നിന്നിട്ടുണ്ട്. ചില ഫിലിമിലൊക്കെ ലാലേട്ടൻ പോയി തലവെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സന്തോഷം തരുന്ന ന്യൂസാണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ 2025 ഉള്ള റെക്കോർഡ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ പേരാണ്. അപ്പോൾ ഈ വിമർശിക്കുന്ന വല്ലമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ വിമർശനം തുടരണം. ഇനി ഞാനൊരു കാര്യം പറയുന്നു, ഇനി വരാനുള്ള ഫിലിമൊക്കെ നല്ല സെലക്റ്റീവായിട്ട് അപ്ഡേഷനൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിമർശിക്കാൻ ഒരു അവസരം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരള ഇൻഡസ്ട്രി, മോളിവുഡ് ഇൻഡസ്ട്രി ഇന്ന് ലോകതലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ഓരോ സ്റ്റോറീസും കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സംവിധായകന്മാരായാലും നടന്മാരായാലും ഏറ്റവും കൂടുതൽ അപ്ഡേഷനും ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും പുതിയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കൊച്ചു മോളിവുഡ് എന്നാണ് അതിൻ്റെ തലപ്പത്ത് നമ്മുടെ ലാലേട്ടനുണ്ട്. അപ്പോൾ ഇനിയും നല്ല പടങ്ങൾക്കായി കാത്തിരിക്കാം. വെയിറ്റിംഗ്.